പോണ്ടിച്ചേരിയിൽ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സൺറൈസ് കാണാനാണ് പോയത്. തലേന്നാണ് നമ്മൾ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഭയങ്കര മോട്ടിവേഷനോടെ രാവിലെ 5:30 എണീക്കുന്നത്. അവിടുത്തെ സൺറൈസ് ഒക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. നടത്തൊക്കെ നല്ല രസമായിരുന്നു, പക്ഷെ എല്ലാവരും നല്ല തളർന്നിട്ടായിരുന്നു. മോന്ത കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും. പിന്നെ ഇവിടെ ഭയങ്കര ലാർജ് പോപ്പുലേഷൻ തന്നെ ജോഗിങ്ങിന് ഇറങ്ങുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. ഇവിടെ 2 ആൾക്കാർ കിടന്ന് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ട്. സംഭവം നോക്കി ചിരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ നടന്നതിന് ക്ഷീണം മാറ്റാൻ അവിടെ പാറോണ്ട് ഉണ്ടാക്കിയ ഒരു കസേരണ്ടായി. അവിടെ ഞങ്ങൾ ഇരുന്നിട്ട് സെൽഫി എടുക്കലും ബാക്കിയുള്ള ആൾക്കാരെ വായി നോക്കലും പിന്നെ കുറെ കുറ്റം പറയലായി. അവിടെ അതാ ഒരു കുട്ടി തലകുത്തി പറയുന്നു, വേറെ 2 പട്ടികൾ അടി കൂടുന്നു. പിന്നെ അവിടെ കുറെ ഫോട്ടോഷൂട്ടും. രാവിലെ തന്നെ എണീറ്റ് ആരാ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നതെന്ന് ആലോചിക്കുന്നത്. എന്തായാലും നമ്മളെ പോലെ ഡിറ്റർമിനേഷനിൽ ആരെങ്കിലും ആയിരിക്കുന്നു വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. നമ്മൾ സുൽത്താനെ നോക്കിയപ്പോൾ സുൽത്താനെ കാണാനില്ല. സുൽത്താനെ ദൂരെ ഇരുന്നത് ആ കാക്കിനോട് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഓർക്കുന്നത്, അല്ല നമ്മൾ സൺറൈസ് കാണാനല്ലേ വന്നത്. സൂര്യൻ എവിടെ നോക്കുമ്പോൾ അതാ സൂര്യൻ അവിടെ കിടപ്പുണ്ട്. സൺറൈസ് ഒന്നും കണ്ടില്ലെങ്കിലും സണ്ണിനെ കണ്ടു. അങ്ങനെ കുറച്ച് നമ്മൾ കടലിൽ നോക്കിന്ന് പുറപ്പെട്ടതിന് ശേഷം നമുക്ക് മനസ്സിലായി വല്ലാണ്ട് വിശക്കുന്നുണ്ട്. 7:30 മിനിമം ഒരു കട അവിടെ തുറക്കും. നമ്മൾ ഈ 6:45, 6:30 സമയത്താണ് ഒരു കടയിൽ നോക്കി നടക്കുന്ന ഭക്ഷണം കഴിക്കാൻ. വിശന്ന് പണ്ടാരടങ്ങുന്നുണ്ട്. അങ്ങനെ നടന്ന് ഒരു നല്ലൊരു കഫേ കണ്ട്. ഞാൻ അടുത്തേക്ക് പോയില്ല, കാരണം ഉറപ്പാണ് പൈസ കിട്ടുന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അവിടെ കയറിയപ്പോൾ അവരും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വന്ന വഴി പിന്നെയും നടന്ന് നമ്മൾ ശ്രീബാലാജി മെസ്സ് കണ്ട്. ശ്രീബാലാജി മെസ്സിനെ പറ്റി നന്നായി കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. സംഭവം ഭയങ്കര അഫോർഡബിൾ ആണെന്ന് കേട്ട് അങ്ങനെ നമ്മൾ കയറി. അപ്പതാ ഒരു ചേച്ചി, ഒരു അമ്മച്ചി എന്ന് പറയാം. ഈ അമ്മച്ചി കയറി വരുന്നത് വാ മക്കളെ ഇരിക്കുന്നതാണ് നമ്മൾ ഇരുത്തി. അപ്പം നമ്മൾ 2 ആലു പൊറോട്ടയും പിന്നെ ഒരു ചോല ഭട്ടൂരയും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ആ ചേച്ചിനോട് വർത്താനം പറഞ്ഞിട്ടില്ലായി കുറെ നേരം ഭക്ഷണം ആവുന്നവരെ. നല്ലൊരു ചേച്ചിയായിരുന്നു. ചേച്ചിനെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക്. പിന്നെ കുറെ നേരം എല്ലാവരും ഉറങ്ങി. ഉറക്കച്ചടുപ്പിലായിരുന്നില്ല, അപ്പോൾ കുറെ പേര് ഉറങ്ങി. ഞാൻ അന്നേരം വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു, വ്ളോഗാണല്ലോ വലുത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ പോയി കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ.